ചാലക്കുടി കപ്പത്തോടിനെ കെട്ടി സംരക്ഷിക്കാൻ നടപടി തുടങ്ങി. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പദ്ധതി വിശകലനം ചെയ്തു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം. ഞായറാഴ്ചയാണ് അശ്വതി കാവ് തീണ്ടൽ. മുല്ലശ്ശേരി ഊരകത്തുള്ള ഖാദി ഉൽപാദന കേന്ദ്രം ശോചനീയാവസ്ഥയിൽ. കേന്ദ്രത്തിന് സമീപം മണ്ണെടുപ്പ് നടത്തിയത് മൂലം കെട്ടിടം തകർന്നു വീഴുമെന്ന ഭീതിയിലാണ് തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. ചാലക്കുടിയുടെ കിഴക്കൻ ഭാഗങ്ങളിലെ 3 പഞ്ചായത്തുകൾക്ക് കുടിവെള്ള സ്രോതസ്സായ കപ്പത്തോടിനെ കെട്ടി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പദ്ധതി വിശകലന യോഗത്തിന് എത്തി. കപ്പത്തോട് കടന്നുപോകുന്ന 13 കിലോമീറ്റർ ദൂരത്തെ ഇരുവശങ്ങളും കെട്ടി സംരക്ഷിക്കൽ, തടയണകളും പാലങ്ങളും നിർമ്മിക്കൽ എന്നിവയാണ് KLDC ഇത് സംബന്ധിച്ച് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തികൾ. ഇതിന്റെ പ്രൊജക്ട് തയ്യാറാക്കലും പഠനം നടത്തലും ഉടനെ ആരംഭിക്കും. ഇതിന്റെ മുന്നോടിയായാണ് BD ദേവസി MLAയുടെ സാന്നിധ്യത്തിൽ കോടശ്ശേരി പഞ്ചായത്ത് ഹാളിൽ വിശകലന യോഗം നടന്നത്. MLA ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കപ്പത്തോടിനെ സംരക്ഷിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കാൻ കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ KLDCയോട് നിർദ്ദേശിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് പ്രൊജക്ട് ഓഫീസർ KR ചന്ദ്രൻ, ഡെപ്യൂട്ടി പ്രൊജക്ട് എഞ്ചിനീയർ P രവീന്ദ്രൻ എന്നിവരാണ് യോഗത്തിനെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി, വൈസ് പ്രസിഡന്റ് രമ ബാഹുലയൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ചെഞ്ചേലയുടുത്ത കുരുമ്പക്കാവ് ജനസഞ്ചയത്താൽ നിറഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിൽ പങ്കെടുക്കാനായി ആയിരങ്ങളാണ് എത്തുന്നത്. വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് വ്രതം നോറ്റ് ചെമ്പട്ട് ചുറ്റിയെത്തുന്ന കോമരങ്ങളും അവർക്ക് അകമ്പടിയായി മുളം തണ്ടിൽ താളമിടുന്ന ഭക്തസംഘങ്ങളും ക്ഷേത്രാങ്കണത്തെ സജീവമാക്കുന്നു. കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കഴിഞ്ഞതോടെയാണ് ഭക്തജന പ്രവാഹം ആരംഭിച്ചത്. ഞായറാഴ്ച നടക്കുന്ന അശ്വതി കാവുതീണ്ടലിൽ പങ്കെടുക്കുന്നതിനായി ഭക്തർ നേരത്തെ എത്തുകയാണ്. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഊരകത്തുള്ള ഖാദി ഉൽപാദന കേന്ദ്രം ശോചനീയാവസ്ഥയിൽ. കേന്ദ്രത്തിന് സമീപം മണ്ണെടുപ്പ് നടത്തിയത് മൂലം കെട്ടിടം തകർന്നു വീഴുമെന്ന ഭീതിയിലാണ് തൊഴിലാളികൾ. 1985 കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഉൽപാദന കേന്ദ്രം ഊരകത്ത് ആരംഭിച്ചത്. 10 തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 10 റാറ്റുകളും 12 തറികളും നെയ്ത്ത് കേന്ദ്രത്തിലുണ്ട്. 25 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നെയ്ത്ത് കേന്ദ്രം ഇപ്പോൾ അപകട ഭീഷണിയിലാണ്. കേന്ദ്രത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തി മണ്ണെടുപ്പ് നടത്തിയത് മൂലം കെട്ടിടം തകർന്നു വീഴുമെന്ന ഭീതിയിലാണ് തൊഴിലാളികൾ. വെള്ളത്തിനായി വർഷങ്ങൾക്ക് മുൻപ് ബോർവെൽ കുഴിച്ചെങ്കിലും വെള്ളം പമ്പ് ചെയ്യാൻ ഇതുവരെയും മോട്ടോർ വാങ്ങിയിട്ടില്ല. നെയ്ത്ത് കേന്ദ്രത്തിലെ ഫാനുകളും ട്യൂബ്ലൈറ്റുകളും പ്രവർത്തിക്കാതായിട്ട് മാസങ്ങളായി. കാവിമുണ്ടും ഡബിൾ മുണ്ടും നെയ്തെടുക്കുന്ന ഇവിടുത്തെ തൊഴിലാളികൾക്ക് മറ്റ് തൊഴിലാളികളെ അപേക്ഷിച്ച് തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നത്. 1000 രൂപ പ്രതിമാസ ഭത്തയോടെ കേന്ദ്രത്തിൽ 11 മാസത്തെ പരിശീലനം പുതിയ തൊഴിലാളികൾക്ക് നൽകാറുണ്ടെങ്കിലും കൂലിക്കുറവ് മൂലം പലരും ഈ തൊഴിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നില്ല. 1 മീറ്റർ തുണി നെയ്തെടുത്താൽ ഇവർക്ക് 37 രൂപയാണ് ലഭിക്കുക. ഒരു ദിവസം 2-2.5 മീറ്റർ തുണിയാണ് ഒരു തൊഴിലാളിക്ക് നെയ്തെടുക്കാൻ കഴിയുക. കൂലി പോലും പലപ്പോഴും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും തൊഴിലാളികൾ പരാതിപ്പെട്ടു. ഇവിടെ നിർമ്മിക്കുന്ന കാവ്യമുണ്ടും ഡബിൾ മുണ്ടും പ്രാദേശികമായി വിൽപ്പന നടത്തിയതിനു ശേഷം ഖാദി ബോർഡിന്റെ തൃശൂരിലെ ഓഫീസിൽ എത്തിക്കുകയാണ് ചെയ്യുക. തൊഴിലാളികൾക്ക് മാന്യമായ വേതനം കൃത്യമായി ലഭിക്കുന്നതിനും കേന്ദ്രത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും അടിയന്തര നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. TCV പാവറട്ടി. COAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനജാഗ്രതാ യാത്രയ്ക്ക് ശനിയാഴ്ച കുന്നംകുളത്ത് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. COA കുന്നംകുളം, കേച്ചേരി, ചാവക്കാട് മേഖലകളുടെ നേതൃത്വത്തിൽ കുന്നംകുളം ജംഗ്ഷനിൽ ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന സംയുക്ത സ്വീകരണ യോഗം ബാബു M പാലിശ്ശേരി MLA ഉദ്ഘാടനം ചെയ്യും. 4G ബ്രോഡ്ബാൻഡ് സേവനം എന്ന വ്യാജേന ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ മുഴുവൻ വൈദ്യുതി പോസ്റ്റുകളും റിലയൻസിന് 5 വർഷത്തേക്ക് സർക്കാർ തീരെഴുതി നൽകിയിരിക്കുകയാണ്. ഒരു പോസ്റ്റിലൂടെ ഒന്നിലധികം ലൈനുകൾ പാടില്ലെന്ന നിയമം കാണിച്ച് വർഷങ്ങളായി സാധാരണക്കാരായ കേബിൾ ഓപ്പറേറ്റർമാരെ വിരട്ടിയിരുന്ന സർക്കാർ റിലയൻസിന് വേണ്ടി നിയമം മാറ്റിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വീകരണ യോഗത്തിൽ TK വാസു, ജോസഫ് ചാലിശ്ശേരി, KC ബാബു, EP കമറുദ്ദീൻ, അനീഷ് ഇയാൽ, അജിത് കുമാർ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ COA ഭാരവാഹികളായ PM നസർ, യാക്കൂബ്, അമ്പലപ്പാട്ട് മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി വിതരണ പോസ്റ്റുകൾ
റിലയൻസിന് നൽകാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് സിഒഎയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ജനജാഗ്രതാ യാത്രയ്ക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകുമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലാ ഭാരവാഹികൾ അറിയിച്ചു. വൈദ്യുതി വിതരണ പോസ്റ്റുകളിൽ ഫൈബർ കേബിൾ വലിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 31-ന് വൈദ്യുതി ഭവനിലേക്ക് സിഒഎയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് നയിക്കുന്ന ജനജാഗ്രതാ യാത്രയ്ക്ക് ജില്ലയിൽ ആദ്യം വടക്കാഞ്ചേരിയിലാണ് സ്വീകരണം നൽകുന്നത്. കേരള മിഷൻ ഡയറക്ടർ വി.പി. മധു, സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം വി.എ. വർഗീസ്, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി.എസ്.എ. ബക്കർ, എം.ആർ. വെങ്കിടേശ്വരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ആദ്യ കുടിൽ രഹിത ഗ്രാമമായി മണലൂർ ഗ്രാമപഞ്ചായത്ത് മാറുന്നു. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഞായറാഴ്ച എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു നിർവഹിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വൈകിട്ട് 4-ന് കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ CN ജയദേവൻ MP ദുരിതാശ്വാസ നിധി വിതരണം നിർവഹിക്കും. P.A. മാധവൻ MLA അധ്യക്ഷത വഹിക്കും. പഞ്ചായത്തിലെ 72 കുടിലുകളാണ് പദ്ധതിയിലൂടെ കോൺക്രീറ്റ് വീടുകളായി മാറുന്നത്. 1.5 കോടി രൂപയുടെ പദ്ധതി കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. 1 കോടി രൂപയാണ് സഹകരണ ബാങ്ക് വഴി പദ്ധതിക്ക് വേണ്ടി വായ്പയായി പഞ്ചായത്ത് എടുക്കുന്നത്. സ്വന്തമായി ഭൂമി കൈവശമുള്ളവർക്ക് 2 ലക്ഷം രൂപ വീതം വീട് നിർമ്മാണത്തിന് സൌജന്യമായി നൽകും. പണി പൂർത്തിയാക്കാൻ ബാങ്ക് വായ്പയും പഞ്ചായത്ത് ശരിയാക്കി നൽകുമെന്ന് അധികൃതർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ, വൈസ് പ്രസിഡന്റ് സിജി മോഹൻദാസ്, പ്രതിപക്ഷ നേതാവ് വി.കെ. അശോകൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുടിവെള്ളം മുട്ടിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ ചാഴൂർ പഞ്ചായത്തിലെ CPM ജനപ്രതിനിധികൾ രാപ്പകൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു. വേനൽ കടുത്തതോടെ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് സമരം. ഇക്കാര്യം ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. CPM ചാഴൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാഴൂർ സെന്ററിൽ സംഘടിപ്പിച്ച രാപ്പകൽ നിരാഹാര സമരം CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി VR ബിജു അധ്യക്ഷത വഹിച്ചു. NG ജയരാജ്, KS മോഹൻദാസ്, ചന്ദ്രൻ കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ KK അനിൽ, KR പ്രജിത്ത്, നന്ദിനി രാമചന്ദ്രൻ, ഗോപി കുന്നത്ത്, യമുന ശ്രീവത്സൻ തുടങ്ങിയവരാണ് നിരാഹാരം അനുഷ്ഠിച്ചത്. ചെറുതുരുത്തി പൈങ്കുളം പമ്പ് ഹൌസിലെ ശുദ്ധീകരണ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. പമ്പ് ഹൌസിലെ നിലവിലെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് നേരെയാക്കുന്നതിന് കാലതാമസം നേരിടും എന്നതിനെ തുടർന്നാണ് അധികൃതർ പുതിയ ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഈ പ്ലാന്റിന്റെ പണി വർഷങ്ങളായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന മലിനജലമാണ് ജനങ്ങൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ശുദ്ധീകരിക്കാത്ത വെള്ളം വിതരണം ചെയ്യുന്നത് മൂലം പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽക്കാലങ്ങളിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ പ്രദേശങ്ങളിലെ ഏക ആശ്രയം ഈ പദ്ധതിയാണ്. എത്രയും വേഗം ശുദ്ധീകരണ പ്ലാന്റ് പണികൾ തീർത്ത് പ്രവർത്തന യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. നെന്മാറ ഐലൂർ തിരുവാഴിയൂർ സ്വദേശി ആയക്കര വീട്ടിൽ സന്തോഷ് കുമാറിനാണ് പരിക്കേറ്റത്. ഇയാളെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം പുളിഞ്ചോടിൽ വെച്ചായിരുന്നു അപകടം. സന്തോഷ് കുമാർ സഞ്ചരിച്ചിരുന്ന കാറും എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിയ കാർ ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് വലിച്ചുമാറ്റി പരിക്കേറ്റ യാത്രക്കാരനെ പുറത്തെടുത്തത്. മെഡിക്കൽ കോളേജിലെ ദന്തൽ കോളേജ് നിർമ്മാണ സൈറ്റിലെ എഞ്ചിനീയറാണ് പരിക്കേറ്റ സന്തോഷ് കുമാർ. കോടാലി ചെമ്പൂച്ചിറ പൂരം മഹോത്സവത്തിനോടനുബന്ധിച്ച് മറ്റത്തൂർ ഡോട്ടിൻ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിൽ മധു ഒമ്പതുങ്ങൽ 1ാം സ്ഥാനം നേടി. IR അരവിന്ദാക്ഷൻ, സുനിൽ പുണർക്കര എന്നിവർക്കാണ് യഥാക്രമം 2, 3 സമ്മാനങ്ങൾ. കോടാലി ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും സമ്മാനിച്ചു. പൂരം ഫോട്ടോകളുടെ പ്രദർശനം ആർട്ടിസ്റ്റ് കാർത്തികേയൻ മുരിങ്ങൂർ ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ M. കുമാർ അധ്യക്ഷനായിരുന്നു. തുടർന്ന് നടന്ന ഫോട്ടോഗ്രാഫി ക്ലാസിന് സുനിൽ സപ്പര്യ നേതൃത്വം നൽകി. ശ്രീധരൻ കളരിക്കൽ, ശിവൻ തണ്ടാശ്ശേരി, മഹ്മൂദ് ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. പൂരം ഫോട്ടോകളുടെ പ്രദർശനം ഞായറാഴ്ച വരെ ഫോട്ടോ മ്യൂസിക് ഉണ്ടാകും. ക്രൈസ്തവ സമൂഹത്തിന് നേരെ മതഭീകരവാദികൾ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെ പാലയൂരിൽ രക്തസാക്ഷികളോടൊപ്പം കുരിശിന്റെ വഴി നടത്തി. പാലയൂർ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ ഉപവാസത്തിൽ നിന്ന് ആർജിച്ച കരുത്തുമായാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്.
ലിബിയയിലും പശ്ചിമ ബംഗാളിലും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ ക്രൂരമായി പീഡനത്തിന് ഇരയാവുകയാണെന്ന് കൺവെൻഷൻ നയിക്കുന്ന പരിത്രാണ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി തച്ചേത്തുകൂടി പറഞ്ഞു. കൺവെൻഷൻ ടീം അംഗങ്ങളായ ഫാദർ ജെറിഷ് കുന്നക്കാട്ട്, ഫാദർ സെബാസ്റ്റ്യൻ ചൂരനൂലിക്കൽ, ഫാദർ റിൻചോ ഓലപ്പുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുടയിൽ ബിജെപി പ്രവർത്തകർ ഗ്യാസ് ഏജൻസി ഉപരോധിച്ചു. സിലിണ്ടറുകൾ മറിച്ചു വിൽക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇരിങ്ങാലക്കുടയിലെ ജോയ് ഗ്യാസ് ഏജൻസി ഉപരോധിച്ചത്. യുവമോർച്ച നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി വിഷ്ണു, നഗരസഭാ കൌൺസിലർ പി കെ ഷൈജു കുറ്റിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാചകവാതക ക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. കോടാലി റവറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള അഖില കേരള വോളിബോൾ ടൂർണമെന്റ് ഈ മാസം 22 മുതൽ 29 വരെ കോടാലി പഞ്ചായത്ത് മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. 22 വൈകുന്നേരം 6 റൂറൽ SP എൻ വിജയകുമാർ ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശിവദാസൻ അധ്യക്ഷത വഹിക്കും. മറ്റത്തൂരിലെ ആദ്യകാല വോളിബോൾ കളിക്കാരെയും ദേശീയ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഖൊഖോ ടീം അംഗം നിജി സുബ്രൻ, ദേശീയ വോളിബോൾ താരം അനീറ്റ തോമസ് എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 8 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. സമാപന ദിവസം തൃശൂർ വോളി അക്കാദമി, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് എന്നീ വനിതാ ടീമുകളുടെ പ്രദർശന മത്സരവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ KM വിജയൻ, കൺവീനർ ഷാജു കല്ലിപ്പുറം, ക്ലബ് സെക്രട്ടറി KR ഔസിഫ് എന്നിവർ പങ്കെടുത്തു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലെ നവീകരിച്ച പത്തായപ്പുരയുടെ ഉദ്ഘാടനം ഞായറാഴ്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ നിർവഹിക്കും. മാടത്ത് കുഞ്ഞുകുട്ടൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA എന്നിവർ ചേർന്ന് ശില്പികളെ ആദരിക്കും. 102 അടി നീളവും 11.5 അടി വീതിയുമുള്ള പത്തായപ്പുര ഇരുനിലകളിലായിട്ടാണ് നവീകരിച്ചിട്ടുള്ളത്. തേക്ക് മരത്തിൽ തീർത്ത 8 മുഖപ്പുകളും കൊത്തുപണികൾ കൊണ്ട് മനോഹരമാണ്. 14 തൂണുകളും വാസ്തുവിധി പ്രകാരമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 20 ലക്ഷത്തോളം രൂപ ചെലവിൽ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയാണ് പത്തായപ്പുരയുടെ നവീകരണം പൂർത്തീകരിച്ചിട്ടുള്ളത്. വീടുകളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന സുവർണ കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകരയിൽ ജൈവ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാർ BD ദേവസ്വം MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് AC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി വർഗീസ് വിത്ത് വിതരണോദ്ഘാടനം, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശിവദാസൻ ഗ്രോ ബാഗ് വിതരണം എന്നിവ നിർവഹിച്ചു. കൃഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ C നാരായണൻ ക്ലാസ് നയിച്ചു. സെമിനാറിൽ പങ്കെടുത്ത 1500ഓളം പേർക്ക് വിത്ത്, ജൈവവളം, ഗ്രോ ബാഗുകൾ, പച്ചക്കറി തൈകൾ എന്നിവ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭാ ഭരണത്തിൽ ക്രമക്കേട് ആരോപിച്ച് ഭരണകക്ഷി അംഗങ്ങളായ അഡ്വക്കേറ്റ് പിൽജോ വർഗീസ്, സഫിയ മൊയ്തീൻ എന്നിവർ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടുടമസ്ഥരിൽ നിന്ന് റവന്യൂ വിഭാഗം 2 തവണ ഈടാക്കിയ അധിക നികുതി തിരിച്ചു നൽകാത്തതിലുള്ള പ്രതിഷേധമായാണ് പിൽജോ ആദ്യം ഇറങ്ങിപ്പോയത്. കുന്നംകുളം പഴയ കോടതി സമീപത്ത് താമസിക്കുന്ന ഇയ്യുക്കുട്ടിയിൽ നിന്ന് 650 രൂപ 2 തവണ നഗരസഭ നികുതി ഈടാക്കിയെന്നും പണത്തിനായി ഇയ്യുക്കുട്ടി 2 വർഷത്തോളം നഗരസഭയിൽ കയറി ഇറങ്ങിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് പിൽജോ ചൂണ്ടിക്കാട്ടി. 100 രൂപ മുദ്രപത്രത്തിൽ വീണ്ടും അഫിഡാവിറ്റ് നൽകിയാൽ പണം നൽകാമെന്ന് വൈസ് ചെയർപേഴ്സൺ സാറാമ്മ മാത്തപ്പൻ പറഞ്ഞു. കൌൺസിലിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു സഫിയയുടെ പ്രതിഷേധം. കൌൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് ചെയർമാൻ വ്യക്തമായ ഉത്തരം നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് സഫിയ ഇറങ്ങിപ്പോയത്. എഞ്ചിനീയർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ യോഗങ്ങളിൽ പങ്കെടുക്കാത്തത് രൂക്ഷ വിമർശനത്തിന് ഇടയാക്കി. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എരുമപ്പെട്ടി കുട്ടഞ്ചേരി തൂമ്പിൽ ക്ഷേത്രം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജൻ കുണ്ടന്നൂർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PS മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V കേശവൻ, CK നാരായണൻ, MS വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സേവാഗ്രാം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം കോരനൊടിയിൽ പ്രസിഡന്റ് EA ഓമന നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഡേവിസ് അക്കര അധ്യക്ഷനായി. അംഗങ്ങളായ CN കേശവൻ, CN അശോകൻ, ജോജോ പിണ്ടിയാൻ, ജോൺ തുലാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 111 അംഗൻവാടികൾക്ക് സ്റ്റീൽ ധാന്യഭരണികൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,66,000 രൂപ ചെലവിലാണ് സംഭരണികൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആലിസ് തോമസ് ഉദ്ഘാടനം ചെയ്തു.
വൈസ് പ്രസിഡന്റ് EV സജീവൻ അധ്യക്ഷനായിരുന്നു. നാട്ടിക SN കോളേജ് ഗ്രൌണ്ടിന് കിഴക്ക് വീടിന് നേർക്ക് ആക്രമണം. ഇരുമ്പ് പൈപ്പുകളുമായി എത്തിയ രണ്ടംഗ സംഘം വീടിന്റെ ജനൽ ചില്ലുകളും മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറും അടിച്ചു തകർത്തു. കോളേജ് ഗ്രൌണ്ടിന് കിഴക്ക് ഭാഗത്ത് കോളങ്ങാട്ട് ലക്ഷ്മണന്റെ വീടിന് നേർക്കാണ് ആക്രമണം നടന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4:30 ലക്ഷ്മണന്റെ വീട്ടിലെത്തിയ രണ്ടംഗ സംഘം ലക്ഷ്മണന്റെ മകൻ അനൂപിനെ ആക്രമിക്കുകയായിരുന്നു. ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള അടിയേറ്റ് അനൂപ് വീടിനകത്തേക്ക് ഓടിക്കയറിയതോടെ ജനൽ ചില്ലുകൾ തകർത്ത് അക്രമി സംഘം രക്ഷപ്പെട്ടു. സംഭവം വീട്ടുകാർ ഉടനെ വലപ്പാട് പോലീസിൽ അറിയിച്ചു. രാത്രി 9-ന് ശേഷം അക്രമി സംഘത്തിലെ ഒരാൾ ലക്ഷ്മണന്റെ വീട്ടിലെത്തി മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ തകർത്തു. വീട്ടുകാർ ബഹളം വെച്ചതോടെ സമീപവാസി ഓടിയെത്തി. ആക്രമണം നടത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് കെട്ടിയിടുകയും പിന്നീട് സ്ഥലത്തെത്തിയ വലപ്പാട് പോലീസിന് കൈമാറുകയും ചെയ്തു. നാട്ടിക AKG കോളനി സ്വദേശികളായ രാഹുൽ, കിഷോർ എന്നിവരാണ് അക്രമികളെന്ന് വീട്ടുകാർ പറഞ്ഞു. അതേസമയം വീട്ടുകാർ പിടികൂടി കൈമാറിയതെന്ന് പറയുന്ന രാഹുലിനെ പരിക്കുകളോടെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ഇടവേള. വാർത്തയിലേക്ക്. പുന്ന ഗവൺമെന്റ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളിൽ സ്ഥാപിച്ച നവതി സ്മാരക കവാടത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ AK സതീരത്നം നിർവഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ മാരിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. MP രാജലക്ഷ്മി, KK കാർത്യായനി, P യതീന്ദ്രദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രസാദ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളും കുടുംബശ്രീ മിഷൻ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ആമ്പല്ലൂർ പാംബ്രീസ് ക്ലബ്ബിൽ ജില്ലാ അക്വാട്ടിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലനം നൽകുന്നു. നീന്തൽ പരിശീലനത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VS ജോഷി നിർവഹിക്കും. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ ആദ്യ ബാച്ചിൽ വെങ്ങണിശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിലെ 70 വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുക. ക്ലബ്ബ് ഭാരവാഹികളായ സ്റ്റോജൻ പിടിയത്ത്, ജോൺ വട്ടക്കുഴി, VP ജെയ്സൺ, CK ജെയിംസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആരോഗ്യവകുപ്പ് നയിക്കുന്ന ആരോഗ്യ സന്ദേശ യാത്രയ്ക്ക് കയ്പമംഗലത്ത് സ്വീകരണം നൽകി. സ്വീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സന്തോഷ്, മെഡിക്കൽ ഓഫീസർ വിധു ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. മങ്കി ഷോ, മെഡിക്കൽ ക്യാമ്പ്, മാജിക് ഷോ, എക്സിബിഷൻ, ഷോർട്ട് ഫിലിം എന്നിവയും നടന്നു. റോഡ് പണിക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കുന്നതായി ആരോപണം. വടക്കേക്കാട് പഞ്ചായത്തിലെ 2ാം വാർഡിലെ ഉളിയങ്ങാട്ട് കോളനി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാധനങ്ങളാണ് ബന്ധപ്പെട്ടവരുടെ അറിവോടെ സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കണ്ടശ്ശാം കടവിൽ സാമൂഹിക വിരുദ്ധർ ബൈക്ക് തീയിട്ട് നശിപ്പിച്ചു. മാമ്പുള്ളി കോലാട്ട് മനോജിന്റെ ബൈക്കാണ് വ്യാഴാഴ്ച രാത്രിയിൽ നശിപ്പിച്ചത്. ജലലിന് പുറത്ത് വെളിച്ചം കണ്ടതിനെ തുടർന്ന് മനോജിന്റെ അമ്മ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് ബൈക്ക് കത്തുന്നത് കണ്ടത്. ബൈക്കിന് സമീപം വെച്ചിരുന്ന 3 സൈക്കിളുകളും ഭാഗികമായി കത്തിയ നിലയിലാണ്. ചുമരിൽ മനോജിന്റെ കുടുംബത്തിന് നേരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് കരിക്കട്ട കൊണ്ട് അസഭ്യവാക്കുകൾ എഴുതിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ മുൻപും ബൈക്ക് കത്തിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. അന്തിക്കാട് പോലീസും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി. മേഖലയിൽ ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനാൽ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആരോഗ്യ സന്ദേശ യാത്രയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. മാള സെന്റ് ആന്റണീസ് സ്കൂൾ മൈതാനത്ത് നിന്ന് ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്ര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതരും ആശാവർക്കർമാരും കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെരുവ് നാടകം അരങ്ങേറി. പൊതുസമ്മേളനത്തിൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. AA അഷ്റഫ്, അംബിക പരമേശ്വരൻ, അഡ്വക്കേറ്റ് G കിഷോർ കുമാർ, ജോർജ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് അംഗീകരിച്ചു. 18,44,67,309 രൂപ വരവും 18,43,646 രൂപ ചെലവും 1,66,663 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ റോഡ് ശൃംഖലയുടെ നിർമ്മാണ പ്രവർത്തികൾക്കായി 1,44,00,000 രൂപയും ഭവന നിർമ്മാണ പദ്ധതികൾക്കായി 150 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് നന്ദൻ കുന്നത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഭാരതപ്പുഴയിൽ മായന്നൂർ കുട്ടിൽമുക്ക് തടയണ പദ്ധതിയുടെ പ്രവർത്തന പുരോഗതി K രാധാകൃഷ്ണൻ MLA വിലയിരുത്തി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് ചന്ദ്രൻ, MP ഗിരീഷ്, MS കൃഷ്ണൻ, NP ഗോപി എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് രൂക്ഷമായ വരൾച്ച അനുഭവിക്കുന്ന ഇവിടെ
തടയണയുടെ നിർമ്മാണത്തോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ചാവക്കാട് ബ്ലോക്ക് തല സെമിനാർ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TA ഐഷ ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ കുന്നേങ്കാട്ടയിൽ അധ്യക്ഷത വഹിച്ചു. BDO KK യൂനസ്, ജോയിന്റ് PDO K സജീവൻ, റമല അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാളിനോടനുബന്ധിച്ച് നടന്ന വള എഴുന്നള്ളിപ്പുകൾ ആകർഷകമായി. വിവിധ കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിശുദ്ധന്റെ തിരുസ്വരൂപം വെച്ച് അലങ്കരിച്ച തേരുകളിലാണ് വള എഴുന്നള്ളിപ്പുകൾ വ്യാഴാഴ്ച രാത്രി 10 തീർത്ഥകേന്ദ്രത്തിലെത്തിയത്. വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ച 12 തേരുകൾ വിവിധ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ദേവാലയ അങ്കണത്തിലെത്തി. തുടർന്ന് തേര് എഴുന്നള്ളിപ്പുകൾ എല്ലാം ഒന്നിച്ച് ദേവാലയത്തിന് അഭിമുഖമായി അണിനിരന്നത് തിരുനാൾ ആഘോഷങ്ങൾക്കെത്തിയ ആയിരങ്ങൾക്ക് വർണ്ണ കാഴ്ചയൊരുക്കി. കൊണ്ടാഴി ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം K രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രസാദ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K വസന്തകുമാരി, E വേണുഗോപാല മേനോൻ, സരള രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മീനച്ചൂടിൽ കുളിർമ പകർന്ന് വെങ്കിടങ്ങിൽ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏനമാവ് ചെറുവത്തൂർ ജോസഫാണ് 15 സെന്റ് സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത്. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA സത്യൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീനാമണി അധ്യക്ഷയായിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ V സന്ധ്യ, കൃഷി ഓഫീസർ ഡോക്ടർ AJ വിവൻസി, ജനപ്രതിനിധികളായ സുരേഷ് വെണ്ണേങ്കോട്ട്, ഷീജ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും കൊടകര ഗ്രാമപഞ്ചായത്തും ചേർന്ന് കൊടകര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ക്ലിനിക്കൽ ലാബ് തുറന്നു. ലാബിന്റെ ഉദ്ഘാടനം BD ദേവസ്വം MLA നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV വീനസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അജിത രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NB സത്യൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടിയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിർമ്മിച്ച ജലസംഭരണി കാണാനും പഠിക്കാനുമായി പാലുവായി MU LP സ്കൂളിലെ വിദ്യാർത്ഥികളെത്തി. പാവറട്ടി മൃഗാശുപത്രിക്ക് സമീപം പുത്തൂർ ജോസഫിന്റെ മകനും നെടുമ്പാശ്ശേരി നാഷണൽ ഇൻഫോർമേറ്റീവ് സെന്ററിലെ ശാസ്ത്രജ്ഞനുമായ റാഫിയുടെ വീടിനോട് ചേർന്നാണ് ഭൂമിക്കടിയിൽ 35,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന സംഭരണി നിർമ്മിച്ചിട്ടുള്ളത്. നല്ല മഴയുള്ള ഒരു ദിവസം പുരമുകളിലെ മഴവെള്ളം സംഭരിച്ചാൽ കഠിനമായ വേനൽ വരെ ശുദ്ധജലം ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് റാഫി സ്വന്തം അനുഭവം വിവരിച്ച് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി. വിദ്യാലയത്തിൽ നിന്ന് 1 കിലോമീറ്ററോളം ദൂരമുള്ള മഴവെള്ള സംഭരണിയുടെ അടുത്തേക്ക് പ്ലക്കാർഡുകളുമേന്തി റാലിയായാണ് വിദ്യാർത്ഥികളെത്തിയത്. പ്രധാനാധ്യാപകൻ CJ ബേബി റാലി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ഡൊമിനിക് സാവിയോ, MJ സിനി എന്നിവരും വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്നു. അനധികൃത പണമിടപാടുകൾ നടത്തുന്ന ചേർപ്പ് KCP ഓവർസിയർ കുർക്കഞ്ചേരി സ്വദേശി ഷാജുദ്ദീനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് കക്കായി ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ മേൽനടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഏപ്രിൽ 7 ചേർപ്പ് സെക്ഷൻ ഓഫീസിന് മുന്നിൽ ധർമ്മസത്യാഗ്രഹം അനുഷ്ഠിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ശ്രീധരൻ തറമ്പിൽ, ആന്റണി ചുറ്റാട്ടുകര തുടങ്ങിയവർ പങ്കെടുത്തു. ആളൂർ വലിയമ്പലപ്പറമ്പ് ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിനോടനുബന്ധിച്ച് തണ്ടികവരവ് ഭക്തിസാന്ദ്രമായി. ആളൂർ SNDP സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താളവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് തണ്ടികാവരവ് ആരംഭിച്ചത്. കനാൽ പാലം, SN നഗർ, SNDP ശാഖയ്ക്ക് മുൻവശം, ഉടുമ്പൻകുന്ന് സെന്റർ എന്നിവിടങ്ങളിൽ തണ്ടികവരവിന് സ്വീകരണം നൽകി. നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഈ മാസം 26 പ്രതിഷ്ഠാ മഹോത്സവം. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലസഭാ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ഉദ്ഘാടനം ചെയ്തു. നബി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. സംവിധായകൻ സാന്റോ തട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ TI ചാക്കോ, ജ്യോതി രാമൻ, EI ആന്റോ, ശാന്തിമണി, മിനി ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും നടന്നു. 200 ഏക്കറോളം വരുന്ന വാഗ കാക്കത്തുരുത്ത് പാടശേഖരത്തിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. എളവള്ളി കൃഷി ഓഫീസർ S സുജീഷ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് GO ഫോക്സ് അധ്യക്ഷനായിരുന്നു. P ശിവശങ്കരൻ, KP സണ്ണി, KS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക MC സുഭാഷിണി, പ്യൂൺ മുരളീധരൻ എന്നിവർക്ക് PTA ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജൻ കുണ്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കുഞ്ഞിമോൻ കരിയന്നൂർ അധ്യക്ഷനായിരുന്നു. CK നാരായണൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. SMC ചെയർമാൻ
എം.എ. ഉസ്മാൻ ഉപഹാര സമർപ്പണം നടത്തി. എം. സുരേഷ്, ഇ. ചന്ദ്രൻ, പി. നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറം രൂപതയെക്കുറിച്ചുള്ള ചരിത്ര ഡോക്യുമെന്ററി ഒരുങ്ങുന്നതായി ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസിരിസിന്റെ പ്രതാപകാലം മുതൽ കോട്ടപ്പുറം രൂപതയുടെ ഇതുവരെയുള്ള ചരിത്രമാണ് 3000-ലധികം കഥാപാത്രങ്ങളിലൂടെ ഡോക്യുമെന്ററി അനാവരണം ചെയ്യുന്നത്. ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് മോഹൻ രൂപാണ്. ഡോക്യുമെന്ററിയുടെ ഒരു പ്രധാന ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഞായറാഴ്ച കോട്ടപ്പുറം മാർക്കറ്റിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ മോഹൻ ട്യൂബ്, ഫാദർ റോക്കി റോബി കളത്തിൽ, ഫാദർ ജോബി കാട്ടാശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി തൃപ്രയാറിൽ നീർക്കുടം നിറച്ച് കുട്ടികൾ. അങ്ങാടിക്കുരുവി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി ജവഹർ ബാലജനവേദി നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് അങ്ങാടിക്കുരുവികൾക്ക് നീർക്കുടം ഒരുക്കിയത്. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം നീർക്കുടം സ്ഥാപിച്ച ജവഹർ ബാലജനവേദി ജില്ലാ കോർഡിനേറ്റർ ആന്റോ തുറയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് ഗീതാദാസ്, അബിൻ കൃഷ്ണൻ, രാകേഷ് പാലപ്പെട്ടി, KA ബിനോയ് എന്നിവർ സംസാരിച്ചു. കർഷകർക്ക് ആശ്വാസമായി എരുമപ്പെട്ടി പുഴയിൽ വെള്ളമെത്തി. വേനൽ കനത്തതോടെ പുഴ വറ്റി വരണ്ടിരുന്നു. പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച് പച്ചക്കറി കൃഷി ഇറക്കിയ കർഷകരാണ് ജലദൌർലഭ്യം മൂലം പ്രതിസന്ധിയിലായത്. എരുമപ്പെട്ടി, കോട്ടപ്പുറം, പഴവൂർ, തയ്യൂർ പ്രദേശങ്ങളിലെ കർഷകരാണ് കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാതെ ഏറെ ബുദ്ധിമുട്ടിലായത്. കർഷകരുടെ നിരന്തരമായ ആവശ്യപ്രകാരം മാർച്ച് ആദ്യവാരത്തിൽ തന്നെ വാഴാനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടിരുന്നു. പുഴയൊഴുകുന്ന പല പ്രദേശങ്ങളിലും അനധികൃത തടയണകൾ നിർമ്മിച്ചതിനാലും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്ത ബണ്ടുകളിലെ ചീർപ്പുകൾ ഉയർത്താൻ കഴിയാത്തതിനാലുമാണ് വെള്ളം വൈകിയെത്താൻ കാരണമായത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഗോദാന പദ്ധതിയുടെയും ധാതുലവണ മിശ്രിത വിതരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. 18 വനിതാ ഗ്രൂപ്പുകൾക്ക് 500 രൂപ വീതം വില വരുന്ന 550 ധാതുലവണ മിശ്രിതമാണ് വിതരണം ചെയ്തത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പുഷ്പ ശ്രീനിവാസൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബേബി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. BDO ശാന്താറാം, ക്ഷീരവികസന ഓഫീസർ വിധു വർക്കി എന്നിവർ സംസാരിച്ചു. മരോട്ടിച്ചാൽ കള്ളായി കാഞ്ഞിരമറ്റം നേതാജി റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP മരോട്ടിച്ചാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ജനകീയ പദയാത്ര നടത്തി. ജനറൽ സെക്രട്ടറി സന്തോഷ് കാക്കനാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പുഷ്കരൻ കാക്കനാട്ട, ബിജോയ് തോമസ്, ബിനു അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു. 21ാമത് അങ്കണം സാഹിത്യ അവാർഡ് PV ഷാജി കുമാറിന് നൽകുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷാജി കുമാറിന്റെ കിടപ്പറ സമരം എന്ന കഥാസമാഹാരത്തിനാണ് അവാർഡ്. 10,000 രൂപയുടെ സ്വർണ്ണപ്പതക്കവും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. വാർത്താ സമ്മേളനത്തിൽ PV കൃഷ്ണൻ നായർ, RI ഷംസുദ്ദീൻ, N ശ്രീകുമാർ, CA കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അകമ്പാടം CMS LP സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കുഴൽക്കിണറിന്റെയും പമ്പ് സെറ്റിന്റെയും ആശീർവാദം നടന്നു. ഉത്തര കേരള മഹായിടവക ബിഷപ്പ് ബേക്കർ നൈൻ ആൻഡ് ഫെൻ ആശീർവാദം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തു. J ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക M വത്സല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PN സുരേന്ദ്രൻ, ജയപ്രീത മോഹൻ, ഐശ്വര്യ സുരേഷ്, PTA പ്രസിഡന്റ് AM ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ദേശീയപാത 17ൽ വികസനവുമായി ബന്ധപ്പെട്ട് ദേശീയപാത ആക്ഷൻ കൌൺസിൽ ജനകീയ സർവേ ആരംഭിച്ചു. എടക്കഴിയൂർ, തിരുവത്ര, മണത്തല, ഒരുമനയൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് സാമ്പത്തിക ആഘാത സർവേ നടക്കുന്നത്. അവശേഷിക്കുന്ന വില്ലേജുകളിലും വരും ദിവസങ്ങളിൽ സർവേ നടത്തി ഏപ്രിലിൽ ജനകീയ കമ്മീഷന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കുന്നംകുളം ഉപജില്ലയിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. കുന്നംകുളം AMLP സ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ സുനിത ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം കുന്നംകുളം AEO സച്ചിദാനന്ദൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MB ഉല്ലാസ് മുഖ്യപ്രഭാഷണം നടത്തി. KP പോളി, സിസ്റ്റർ ഹെന്ന തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഡോക്ടർ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് CPI ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തീരദേശ കാൽനട പ്രചാരണ ജാഥ നടത്തി. മുൻ മന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ VS സുനിൽകുമാർ MLA, വൈസ് ക്യാപ്റ്റൻ ഗീത ഗോപി MLA, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, AIYF സംസ്ഥാന സെക്രട്ടറി K രാജൻ, ജാഥ ഡയറക്ടർ KG ശിവാനന്ദൻ എന്നിവർ പങ്കെടുത്തു. അണ്ടത്തോട് മുതൽ അഴീക്കോട് വരെയുള്ള തീരദേശ മേഖലയിലാണ് ജാഥ നടത്തിയത്.
മതിലകം BRCയുടെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പെരിഞ്ഞനത്തെ BRC ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷയായിരുന്നു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനിത ബാബു, AV സതീഷ്, വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, BPO CA രഞ്ജിത്ത്, കൊടുങ്ങല്ലൂർ AEO റോസ്മേരി, വലപ്പാട് AEO സുജാത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി കപ്പത്തോടിനെ കെട്ടി സംരക്ഷിക്കാൻ നടപടി തുടങ്ങി. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പദ്ധതി വിശകലനം ചെയ്തു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം. ഞായറാഴ്ചയാണ് അശ്വതി കാവുതീണ്ടൽ. മുല്ലശ്ശേരി ഊരകത്തുള്ള ഖാദി ഉൽപാദന കേന്ദ്രം ശോചനീയാവസ്ഥയിൽ. കേന്ദ്രത്തിന് സമീപം മണ്ണെടുപ്പ് നടത്തിയത് മൂലം കെട്ടിടം തകർന്നു വീഴുമെന്ന ഭീതിയിലാണ് തൊഴിലാളികൾ. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.